കുടുംബശ്രീയിൽ BJP. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കുട്ടിയാണ് കുടുംബശ്രീ. ഇടതുപക്ഷം കൊണ്ടുവന്നതാണ് കുടുംബശ്രീ. ആലപ്പുഴയിലാണ് അതിന്റെ ജനനം. ഒരു പിടി അരി എടുത്തുകൊണ്ട് 10 സ്ത്രീകൾ അവരുടെ വീട്ടുമുറ്റത്തിരുന്ന് രൂപീകരിച്ച സംരംഭമാണ് സഖാവ് VK നായനാരുടെ കാലത്ത്. അതാണ് കുടുംബശ്രീ. ഇന്ന് ആ കുടുംബശ്രീ പറയാം ഞങ്ങൾ കോൺഗ്രസ്, ഞങ്ങൾ BJP, ഞങ്ങൾ മറ്റേ പാർട്ടി. നിങ്ങളെല്ലാം ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയല്ല പറയുന്നത്. ശരിയുടെ പക്ഷത്ത് നിന്ന് അടുക്കളയിൽ, ഞാനത് കേട്ടു ഇവിടെ ആരോ പ്രസംഗിക്കുന്ന, അടുക്കളയില് 3 നേരം ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് ബാക്കി വരുന്നത് മാത്രം കഴിച്ച് അടുപ്പൂതി കഴിഞ്ഞിരുന്ന കേരളത്തിലെ ശരാശരി ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ ഇന്ന് സമൂഹത്തിലെ നവകേരളത്തിലെ സ്ത്രീയാക്കി മാറ്റിയതില് കുടുംബശ്രീക്ക് ചെറിയ പങ്കൊന്നുമല്ല. തന്നെ ഒരു ദിവസം വന്നതല്ല, കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ശ്രീ MM ഹസൻ പറഞ്ഞൊരു വാക്ക്, ഞങ്ങൾ വന്നാൽ ലൈഫ് തകർക്കും. ജനം തീരുമാനിച്ചു ഞങ്ങൾക്ക് ലൈഫ് വേണം, പക്ഷെ ഞങ്ങൾ തകരാൻ തീരുമാനിച്ചില്ല. അത് നല്ലതായിട്ട് സീറ്റ് തന്ന് നമ്മൾ അധികാരത്തിൽ വന്നു. ലൈഫ് 5.25 ലക്ഷം പേർക്ക് ഇപ്പം വെളിച്ചമായി അല്ലെ. 5.25 ലക്ഷം വീടാ കേരളത്തിൽ പണിതത്. പിന്നെ പറയും ഞങ്ങൾ വന്നാൽ കുടുംബശ്രീ പൊളിക്കും, ഞങ്ങൾ ജനശ്രീ ഉണ്ടാക്കും. അപ്പൊ കുടുംബശ്രീയിൽ എല്ലാവരും തീരുമാനിച്ചു ഞങ്ങൾക്ക് ജനശ്രീ വേണ്ട, ഇത്രയും നല്ലൊരു സംവിധാനം ഇവിടെ ഉണ്ട്, അതങ്ങനെ പോട്ടെ എന്നാലോചിച്ചു. കുടുംബശ്രീ ഇവിടെ ഉണ്ട്. അധികാരത്തിൽ നമ്മൾ വീണ്ടും വന്നു, വീണ്ടും നമ്മൾ അധികാരത്തിൽ വരും. കാരണം എന്താ, വരാനുള്ള എല്ലാം നമ്മൾ ചെയ്തില്ലേ. 68 ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്ന ലോകത്തൊരു നാട് നിങ്ങൾ കാണിച്ചു തരാമോ? ചലഞ്ച് ചെയ്യാം, ഗൂഗിൾ നോക്കിക്കോ. 68 ലക്ഷം പേർക്ക് 2000 രൂപ പ്രകാരം പെൻഷൻ കൊടുക്കുമ്പോൾ ഒരു മാസം ഗവൺമെന്റ് മാറ്റിവെക്കുന്നത് 1000 കോടി രൂപ. ഇപ്പൊ ഒരാൾക്ക്, ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് 2000 രൂപ പെൻഷൻ കിട്ടുമ്പം ആ 2000 രൂപ എടുത്തുകൊണ്ട് അദ്ദേഹം തൊട്ടടുത്ത മാർക്കറ്റിലേക്ക് പോകുന്നു, മീൻ വാങ്ങുന്നു. മീൻ വാങ്ങുന്ന ആൾക്ക്, ആ മീൻ വിൽക്കുന്ന ആൾക്ക് കിട്ടുന്നു 100 രൂപ. തൊട്ടടുത്ത കടയിലേക്ക് പോയി, കൊച്ചുമക്കളുണ്ട്, അവർക്ക് പഴവും പച്ചക്കറിയും വാങ്ങാനായിട്ട് ആ അച്ഛൻ അങ്ങോട്ട് പോകുന്നു, അവിടെ കൊടുക്കുന്ന ഒരു 200 രൂപ, അവിടെ അയാൾക്ക് 200 രൂപയുടെ വരുമാനമായി. അങ്ങനെ നമ്മുടെ പട്ടണത്തിൽ 10,000 പേര് ഈ പൈസയുമായി നമ്മുടെ കടകളിലേക്ക് പോകുമ്പോൾ അവിടെ ആ കടക്കാർക്കും എല്ലാം വരുമാനമാവുകയാണ്. അങ്ങനെയല്ലേ ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്? ആ കുടിശ്ശികയാക്കിയിരുന്നവരല്ലേ ഐക്യ ജനാധിപത്യ മുന്നണി? 18 മാസത്തെ പെൻഷൻ, അത് എത്ര രൂപ? 600 രൂപ പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. എന്നിട്ടാണോ നിങ്ങളിപ്പം ഞങ്ങളെ വിമർശിക്കുന്നത്? ഞങ്ങളെല്ലാം ചെയ്തു, ഞങ്ങളുടെ ജോലി ഏതാ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുത്താൽ നിങ്ങൾ വിവാദങ്ങളുടെ പുറകെ പൊക്കൂ, ഞങ്ങൾ ജനങ്ങളോടൊപ്പം പോയിക്കൊണ്ടിരിക്കുക, ഞങ്ങളുടെ ജോലിയാ. അതുകൊണ്ടല്ലേ കേന്ദ്രവും കേരളവും ഒന്നിച്ചു ഭരിച്ചതും കോൺഗ്രസ്. നിങ്ങൾക്ക് എന്താ ബൈപ്പാസ് ഇവിടെ റോഡ് കൊണ്ടുവരാൻ പറ്റാൻ? NH നിങ്ങൾക്ക് ചെയ്യാറുണ്ടല്ലോ, എന്താ ചെയ്യാഞ്ഞ്? ഞങ്ങൾ എന്തെങ്കിലും തടസ്സം പറഞ്ഞു? ഇല്ലല്ലോ. നിങ്ങൾ അന്ന് 6000 കോടി രൂപ അടച്ചില്ല. നിങ്ങൾക്ക് പേടിയായിരുന്നു സ്ഥലമെടുത്താൽ വോട്ട് പോകുമെന്ന്. എത്ര ചെറുപ്പക്കാരുടെ ജീവിതം പൊലിഞ്ഞിട്ടുണ്ട് ഈ ഹൈവേയില്. എന്നും അപകടമല്ലായിരുന്നു, റോഡ് നന്നാക്കി എടുക്കണ്ടേ? അങ്ങ് ഇപ്പൊ കായംകുളത്ത് മാത്രമല്ല ദേശീയപാത, അങ്ങ് തലപ്പാടി മുതൽ ഇങ്ങനെ കഴക്കൂട്ടം വരെ പണിതുകൊണ്ടിരിക്കുക. വലിയ മാറ്റമാണ്. കേരളം മനോഹരമാകും. കുറെ പ്രയാസങ്ങളൊക്കെ നമുക്ക് വരും, പക്ഷെ കേരളത്തിൽ അപകടമില്ലാതാകും. ബിസിനസ്സുകാർ ധാരാളം കേരളത്തിലേക്ക് വരും, ഇൻവെസ്റ്റേഴ്സ് ധാരാളം കേരളത്തിലേക്ക് വരും. കാരണം വിഴിഞ്ഞം പോർട്ട് അങ്ങ് തിരുവനന്തപുരത്തുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ജീവിതം മെച്ചപ്പെടും, ഒരു സംശയവുമില്ല, മെച്ചപ്പെടും. പുതിയതായി വലിയ സാധ്യതകൾ കേരളത്തിന് തുറക്കും. അത് ഈ ഗവൺമെന്റ് നേട്ടമാണ്. കേന്ദ്രവും കേരളവും അധികാരത്തിലുണ്ടായിരുന്നപ്പോ എന്തേ കൊച്ചി ഇടമൺ പവർ ഹൈവേ നിങ്ങൾ യാഥാർത്ഥ്യമാക്കാതിരുന്നത്? ഞങ്ങൾ പറഞ്ഞോ ചെയ്യരുതെന്ന്? ചെയ്തില്ലല്ലോ. എന്റെ തീരദേശ ഹൈവേ നിങ്ങൾ യാഥാർത്ഥ്യമാക്കാതിരുന്നത്? എന്റെ മലയോര ഹൈവേ നിങ്ങൾ യാഥാർത്ഥ്യമാക്കാതിരുന്നത്? എന്റെ നിങ്ങൾക്ക് പാർപ്പിട പദ്ധതികൾ ഇല്ലാതെ പോയത്? എന്റെ നമ്മുടെ സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് അന്ന് ഹൈടെക് ആക്കാമായിരുന്നു. ഞങ്ങളിപ്പം 55,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. ഇപ്പം ബോയ്സ് സ്കൂൾ നിങ്ങൾ ഇന്ന് നോക്ക്, എന്തൊരു ഭംഗിയാ അത് കാണാൻ. നമ്മളൊക്കെ പഠിക്കുമ്പം അല്ലെ, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, ഒരു നല്ല ബാത്റൂം ഉണ്ട് ഒരു സ്കൂളിൽ. ഇപ്പൊ ആ ക്ലാസ് മുറികൾ നോക്കണം. നമ്മുടെ ബോയ്സ് സ്കൂളിൽ മാത്രം ലാബ് എന്ന് നിങ്ങളൊന്ന് കയറി 25 ലക്ഷം രൂപയുടെ ലാബാണ്. ഏറ്റവും ആദ്യത്തെ, സംസ്ഥാനത്തെ ഏറ്റവും ആദ്യത്തെ ഹൈടെക് ലാബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോയ്സ് സ്കൂളിലാണ്. ഇപ്പൊ മാവിലേത്ത് സ്കൂൾ 18-ാം തീയതി എല്ലാരും വരണം കേട്ടോ. 18-ാം തീയതി മാവിലേത്ത് സ്കൂൾ 3 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുക. വർണ്ണക്കൂടാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സർവശിക്ഷ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർണ്ണക്കൂടാരം അവിടെ ചെയ്യാൻ പോവുകയാണ്. ആ ഷാമില ഇവിടെയുണ്ട്, കഴിഞ്ഞ കൗൺസിലറാ, ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അന്ന് പഴയ കൗൺസിലറാണെങ്കിൽ അവിടെ വരണം, നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. വർണ്ണക്കൂടാരം, ഞാൻ പറഞ്ഞു വർണ്ണക്കൂടാരം. അത് മാത്രമാണ് 25 സ്കൂളാ, 25 സ്കൂൾ കെട്ടിടങ്ങളാ. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ചേർന്നാണ് എനിക്ക് വോട്ട് വാങ്ങിച്ചു തന്നെ. ഞാൻ ആ കൂറ് പുലർത്തിയിട്ടുണ്ട് കേട്ടോ. 25 സ്കൂൾ ഈ കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ പൂർത്തീകരിച്ചു. 9 വർഷം എനിക്ക് പ്രവർത്തിക്കാൻ കിട്ടുള്ളൂ. 1 വർഷം കോവിഡ് ആയിരുന്നു. ആ കോവിഡിന്റെ 1 വർഷം ഞങ്ങൾക്ക് ആർക്കും ഫണ്ട് കിട്ടിയിട്ടില്ല. ആ ഫണ്ട് പിന്നീട് നമ്മുടെ ആശുപത്രികൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, 48 കോടിയുടെ ആശുപത്രി ദ്രുതഗതിയിൽ പണിയുകയാണ്.
MLA ഇങ്ങനെ കൈ കാണിച്ചോണ്ടൊന്നും ആശുപത്രി വരില്ല കേട്ടോ. സിമെന്റും കട്ടയും എല്ലാം ഇട്ട് പണിയണമല്ലോ. 48 കോടിയുടെ വർക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ? അതിന് സമയമെടുക്കും. ആ വർക്ക് നന്നായി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതിനകത്ത് അത്യന്താധുനിക സംവിധാനങ്ങളുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ കെട്ടിലും മട്ടിലുമാണ്. പക്ഷെ അപ്പോഴും നമുക്ക് സ്റ്റാഫും ഇത്രയൊക്കെ ഉള്ളു താലൂക്ക് ആശുപത്രിയാണ് കേട്ടോ. ഇപ്പൊ തന്നെ 1000 പേര് ഒരു ദിവസം വന്നാൽ 800 പേര് നമ്മൾ നോക്കും. 200 പേര് വേണമെങ്കിൽ പോകുന്നുണ്ട്.